കായംകുളം നഗരസഭാ വാർഡ് 43-ലേക്കുള്ള വികസന ഫണ്ട് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് വാർഡ് കൗൺസിലർ നവാസ് മുണ്ടകത്തിൽ നഗരസഭാ കവാടത്തിൽ ഉപവാസ സമരം നടത്തി. UDF പാർലമെന്ററി പാർട്ടി നേതാവ് CS ഭാഷ സമരം ഉദ്ഘാടനം ചെയ്തു. കായംകുളം നഗരസഭ വാർഡ് 43-ലേക്കുള്ള വികസന ഫണ്ട് നിഷേധിച്ചതിനെതിരെ വാർഡ് കൗൺസിലർ നവാസ് മുണ്ടകത്തിൽ നഗരസഭാ കവാടത്തിൽ ഉപവാസ സമരം നടത്തി. ഈ നഗരസഭയിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു വികസനവും പ്രവർത്തനവും നടത്താതെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു കിടക്കുന്ന ഒരു ചെയർപേഴ്സണെയും കൂടെ രണ്ട് കൗൺസിലർമാരെയുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ സമരത്തിലേക്ക് എന്നെ നയിക്കാൻ കാരണം ഞങ്ങളുടെ പ്രദേശം വളരെ കൊച്ചു, പണ്ട് ഞങ്ങളുടെ പ്രദേശത്തിന് ഒരു വേറെ പേരിട്ട് വിളിച്ചിരുന്ന ഒരു പ്രത്യേക സ്ഥലമായിരുന്നു. ഞങ്ങൾക്ക് ഐക്യ ജംഗ്ഷനിൽ നിന്ന് വടക്കോട്ട് പോകണമെങ്കിൽ മഴക്കാലത്ത് ഏതാണ്ട് മുട്ടിന് മുകളിൽ വെള്ളം നിൽക്കുന്ന സ്ഥിതിയാണ്. 15-20 ദിവസക്കാലം ഞങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്ന് താമസം മാറി ആ പ്രദേശത്തെ ജനങ്ങളുടെ ഫർണിച്ചറുകളും വീടിനകത്ത് മുഴുവൻ കോലാഹലപ്പെട്ട് അഴുക്കായി മാറുന്ന സ്ഥിതിയിലേക്കാണ് അവിടെ ഉള്ളത്. വർഷങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംവിധാനത്തിൽ നിന്ന് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഇവിടുന്ന് കരകയറേണ്ടതായിട്ടുണ്ട്. ഈ പ്രദേശത്ത് വളരെ അനുയോജ്യമായ വെള്ളം ദുർഗമന മാർഗങ്ങൾ ഓട നിർമ്മിക്കുക അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. 3 എഞ്ചിനീയർമാരെ കൊണ്ട് എസ്റ്റിമേറ്റ് എടുപ്പിച്ചു. ആ എസ്റ്റിമേറ്റ് കഴിഞ്ഞ 3 വർഷത്തെ ഫണ്ട് ഒന്നിച്ചു സ്വരൂപിച്ചു. അങ്ങനെ 18 ലക്ഷം രൂപയുടെ വർക്കാണ് ഐക്യ ജംഗ്ഷൻ കൊച്ചുപള്ളി റോഡിൽ ഓടയുടെ പുനരുദ്ധാരണവും പുതിയ ഓട നിർമ്മാണവും അതിന് കവറിംഗ് സ്ലാബും കിട്ടി റോഡിന് വീതി കൂട്ടുന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നു. UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ സമരം ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർമാരായ AJ ഷാജഹാൻ, K പുഷ്പദാസ്, EP ഷാജഹാൻ, സുമിത്രൻ, ബിജു നസറുള്ള എന്നിവരും PK മസൂദും സംസാരിച്ചു. ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് H ബഷീർകുട്ടി ഇളനീർ നൽകി സമരം അവസാനിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T സൈൻലാബ്ദീൻ, മുസ്ലിം ലീഗ് ടൗൺ പ്രസിഡന്റ് UA റഷീദ്, അബ്ദുൽ സലാം വൈക്കത്ത്, ഇർഫാൻ, ഷബീർ, IT സലാം, സുനി തെക്കേത്തലക്കൽ, ഹഫീസ് തുടങ്ങിയവരും പങ്കെടുത്തു. കഴിഞ്ഞ 50 വർഷക്കാലമായി ആ പ്രദേശത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരിതത്തിന് പരിഹാരം ഉണ്ടാക്കാനാണ് ശ്രീ നവാസ് മുണ്ടകത്തിൽ ഇത്ര കർക്കശമായ, വളരെ ഗൗരവമായി മറ്റ് മേഖലകളിൽ പ്രയോഗിക്കേണ്ട ഫണ്ട് പോലും അവിടെ വെച്ചുകൊണ്ട് ആ റോഡിന്റെ വികസന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയത്. അവിടെ ഒരു 4 പോസ്റ്റ് ഒന്ന് മാറ്റിയിടുന്നതിന് ആ 4 പോസ്റ്റ് മാറ്റിയിട്ടാൽ മാത്രമേ ഓടയുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ആ 4 പോസ്റ്റുകൾ മാറ്റാതിരിക്കാനുള്ള എല്ലാ നടപടികളും വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ബാധ്യതപ്പെട്ട നമ്മുടെ നഗരസഭാ ചെയർപേഴ്സൺ മുൻകൈ എടുത്ത് തടയുന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതി എന്താണുള്ളത്? ഈ നാട്ടിലെ ഐക്യ ജംഗ്ഷൻ ചേലിക്കുള റോഡിന്റെ പരിസരത്ത് താമസിക്കുന്നവർ UDF-കാരോ അല്ലെങ്കിൽ നവാസിന്റെ പാർട്ടിക്കാരോ മുസ്ലിം ലീഗുകാരോ അല്ല. എല്ലാ വിഭാഗം ജനങ്ങളും താമസിക്കുന്ന, എല്ലാ വിഭാഗം ജനങ്ങളും കടന്നു പോകുന്ന പ്രിയപ്പെട്ട നമ്മുടെ ചെയർപേഴ്സന്റെ അനുയായികൾ ധാരാളമുള്ള പ്രദേശം, CPM-ന്റെയും CPI-യുടെയും പ്രദേശം. ഞങ്ങൾ ഒരു കാലത്ത് പറയാറുണ്ടായിരുന്നു, ലോകത്തിലെ ഏറ്റവും കൂടുതൽ CPI-ക്കാരുള്ള സ്ഥലം ഐക്യ ജംഗ്ഷനാണെന്ന്. CD ന്യൂസ്, കായംകുളം.